ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയ് സേതുപതി, നിത്യമേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത്, അതായത് വമ്പൻ കളക്ഷൻ തന്നെ നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. ചിത്രം വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി സ്വന്തമാക്കിയത് 23,75 ലക്ഷം രൂപയായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 27 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് 35,45 ലക്ഷം രൂപയായിരുന്നു. 4-ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 3,90 ലക്ഷം രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ 40,35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 3,60 ലക്ഷം രൂപയാണ്. 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 44,40 ലക്ഷം രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമ 2.5-3 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 37 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 47 കോടിക്ക് മുകളിലുമാണ് പ്രതീക്ഷിക്കുന്നത്. അഹാൻ പാണ്ഡെ, അനീത് ബദ്ദ എന്നിങ്ങനെ പുതുമുഖ താരനിരയുമായി മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18-ന് തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സയാര. ചിത്രം 12-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14,75,000 രൂപയായിരുന്നു. ആദ്യ 12 ദിവസം കൊണ്ട് 2,05 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 12 ദിവസം കൊണ്ട് 266,50 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി 319,75 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 12 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 90 കോടി രൂപയാണ്. ആദ്യ 12 ദിവസം കൊണ്ട് 409,75 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 50 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 500 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പാല ഫിലിംസിന്റെ ആനിമേഷൻ ഇതിഹാസ പരമ്പരയിലെ ആദ്യ ഭാഗമായ മഹാവതാർ നരസിംഹ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന ആനിമേഷൻ സിനിമയായി മഹാവതാർ നരസിംഹ മാറിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന ആനിമേഷൻ സിനിമ ഹനുമാനായിരുന്നു. ഹനുമാനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ മഹാവതാർ നരസിംഹ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. 3D ആനിമേഷൻ ഉൾപ്പെടെ 5 ഭാഷകളിലായി, അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ തിയേറ്ററെടുത്ത ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെയാണ്. 2-ാമത് തെലുങ്കിൽ നിന്നും 3-ാമത് കന്നഡയിൽ നിന്നുമാണ്. 12 വർഷം നീണ്ടു നിൽക്കുന്ന 7 പരമ്പരയായിട്ടാണ് കോമ്പാലെ ഫിലിംസ് ഈ ഫ്രാഞ്ചൈസി ഒരുക്കിയിരിക്കുന്നത്. മഹാവതാർ പരശുരാമൻ 2027-ലും, മഹാവതാർ ജഗദന്തൻ 2029-ലും, മഹാവതാർ ദാപകദേശി 2031-ലും, മഹാവതാർ ഗോകുലാനന്ദ 2033-ലും, മഹാവതാർ കൽക്കി 2 ഭാഗങ്ങളായിട്ട് 2035, 2037 എന്നിങ്ങനെയാണ് പുറത്തു വരുന്നത്. അതേസമയം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 35 കോടിയോളം രൂപയാണ്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി റേഞ്ചിലാണ്. അപ്പോൾ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 42 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. പവൻ കല്യാൺ നായകനായ ക്രിഷ് ജഗർലമുടി, AM ജ്യോതികൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് ജൂലൈ 24-ന് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് 1. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 79 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 93 കോടി 20 ലക്ഷം രൂപയാണ്. GCC ഓവർസീസ് കളക്ഷനായി 14 കോടി 10 ലക്ഷം രൂപയും ഈ സിനിമ 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 107 കോടി 30 ലക്ഷം രൂപയാണ് 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. നാളെ ജൂലൈ 31 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കിങ്ഡം. ഗൗതം തിന്നനൂരി തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോൾസെ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ 9 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 15 കോടി 40 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.